ഒരുപാട് തടിച്ചാലും ഒരുപാട് മെലിഞ്ഞാൽ ലാൽ സാറിന് ഇഷ്ടം. നമുക്ക് ഒരു മോഹൻലാലേ ഉള്ളൂ, അത് അദ്ദേഹമാണ്. എന്നെ സെലിബ്രിറ്റി ആക്കാൻ ഞാൻ ആർക്ക് സ്പേസ് കൊടുക്കാറൊന്നുമില്ല. ഇപ്പൊ ഞാൻ അഭിനയിക്കാൻ പോകുന്ന അഭിനയം എൻ്റെ അടുത്ത് നിന്ന് പോയേക്കാം, അല്ല എന്തോ എൻ്റെ അടുത്ത് നിന്ന് പോയേക്കാം. ഫോട്ടോഗ്രാഫി എന്നെ നിലനിർത്തും. ഞാൻ നടക്കുന്നത് മോഹൻലാലിന് കുഴപ്പമില്ലെങ്കിൽ അവർക്കെന്താ കുഴപ്പം? എപ്പോഴെങ്കിലും ഇനി പുതിയ പടം ചെയ്യുമ്പോ ലാൽ സാറിനെ വെച്ചിട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ടോ? എല്ലാ സംവിധായകർക്കും ഉണ്ടാവില്ലേ? അതെ, അതാണ് സിനിമയിലോട്ട് വരുന്ന ഏതൊരാൾക്കും മമ്മൂട്ടിയെ മോഹൻലാലിനെയും ഒക്കെ വെച്ചിട്ട് പടം ചെയ്യാന്നുള്ളതായിരിക്കും അവരുടെ ഒരു സ്വപ്നം. അതെ അതെ. അപ്പൊ എനിക്കും ഉണ്ട് ആഗ്രഹം. അങ്ങനെ ഒരു നല്ല കഥയും നല്ല സമയമൊക്കെ ആകുമ്പോൾ അത് സംഭവിക്കും, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാൻ സാറിന് ഡെയിലി കാണുന്നതോ ഡെയിലി ഓരോ കഥ പറഞ്ഞേക്കാം അതൊന്നുമില്ല. അങ്ങനെ ഡിസ്റ്റർബ് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും നിൽക്കുന്നത്. നമുക്ക് അത്രയും ഇഷ്ടമാണെന്ന് നമ്മൾ എല്ലായിടത്തും കയറി പറയുമ്പോൾ അപ്പൊ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ റെസ്പോൺസിബിലിറ്റിയും കൂടുതലാണ്. പിന്നെ ലാൽ സാർ എന്തൊക്കെ ചെയ്യും എന്തൊക്കെ ചെയ്യില്ല എന്നൊക്കെ കുറെയൊക്കെ എനിക്ക് അറിയാം. എന്തൊക്കെ സാധനം സാറിന്റെ അടുത്ത് നിന്ന് പിഴിഞ്ഞെടുക്കാൻ പറ്റും. അപ്പൊ അതിനൊക്കെ പറ്റിയൊരു സ്ക്രിപ്റ്റ് വരുന്ന സമയത്ത് നമ്മൾ സംസാരിക്കും. അപ്പം സാറ് ഞാനൊരു സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് അത് നല്ലതായാലും മോശമായാലും ഞാൻ കൊണ്ടുവന്ന സാധനം നല്ലതായിരിക്കണം. സാറിനൊരു പക്ഷെ ചെയ്യാൻ പറ്റില്ലായിരിക്കാം, പക്ഷെ അനീഷ് കൊണ്ടുവന്ന ആ പ്രൊജക്ട് നല്ലതായിരുന്നു. എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ഫിസിക്കിന് പറ്റുന്നതല്ല, അല്ലെങ്കിൽ എൻ്റെ ഏജിന് പറ്റുന്നതല്ല, അല്ലെങ്കിൽ ഇത് ഞാനല്ല, അത് മറ്റൊരു നടനായിരുന്നു ചെയ്യേണ്ടത്. അനീഷ് കൊണ്ടുവന്ന നല്ലതാ എന്നുള്ള പേരെങ്കിലും എനിക്ക് വേണം. അല്ലെങ്കിൽ ഭയങ്കര മോശം സാധനമുള്ള അനീഷ് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലം സാറിനോട് സ്നേഹാന്ന് പറഞ്ഞാൽ എന്താണ് കാര്യം? അതുകൊണ്ടൊരു പേടി. അതെ, കിളിച്ചുണ്ടമാമ്പഴത്തില് നിൽക്കുന്ന ഒരു മോഹൻലാലും ഇപ്പോഴുള്ള ഒരു മോഹൻലാലും തമ്മിൽ ഒരുപാട് ഫിസിക്കലി തന്നെ ഒരുപാട് ചേഞ്ച് വന്നിട്ടുണ്ട്. തടിയാണെങ്കിലും ഒക്കെ എല്ലാവർക്കും വരില്ലേ? പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി യങ് ആയിട്ടല്ലേ. അപ്പൊ ആ ഒരു ട്രാൻസ്ഫർമേഷന്റെ കൂടത്തിലും ചേട്ടൻ നിന്നിട്ടുണ്ടാവും. അതെങ്ങനെ ആ ഒരു ലൈഫില്? ലാൽ സാറിനെ നമുക്ക് ലാൽ സാറിന് എങ്ങനെയായാലും നമുക്ക് ഇഷ്ടമാണ് ലാൽ സാറിനെ, അല്ലേ? ഒരുപാട് തടിച്ചാലും ഒരുപാട് മെലിഞ്ഞാൽ ലാൽ സാറിന് ഇഷ്ടം. നമുക്ക് ഒരു മോഹൻലാലേ ഉള്ളൂ, അത് അദ്ദേഹമാണ്. അത് മലയാളികളുടെ മാത്രം അഹങ്കാരം കൂടിയാണ്. ലാൽ സാർ എന്നാണ് നമ്മളൊരാളെടുത്തപ്പോ മോഹൻലാൽ ഞങ്ങളുടെ നാട്ടിൽ നടന ഇന്ന് നമ്മളെല്ലാ മലയാളികളും അഹങ്കാരത്തോടു കൂടിയാണ് പറയുന്നത്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ മറ്റൊരു തട്ടിൽ കയറ്റി വെക്കുക അങ്ങനെയൊന്നും അല്ലല്ലോ. നമ്മളെ പോലെയാ ലാൽ സാർ. കാരണം നമ്മുടെ വീട്ടിലത്തെ ഒരാൾ നമ്മളോട് സംസാരിക്കുന്ന പോലെ ലാൽ സാർ എല്ലായിടത്തും സംസാരിക്കും. സിനിമയിലാണെങ്കിൽ പോലും നമുക്ക് തോന്നുന്നത് ഇത് നമ്മളാ സംസാരിക്കുന്നത് എന്ന് തോന്നുന്നത് നമുക്ക് ഒരു മോഹൻലാലേ ഉള്ളൂ. അതങ്ങനെ തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ഫിസിക്കലി ഉള്ള ചേഞ്ച് ഒന്നും ഒരാളെയും എഫക്ട് ചെയ്യില്ല. അത് വെറുതെ ഫാൻ ഫൈറ്റ് ആയിട്ട് കണ്ടാൽ മതി. അത് തടി കുറഞ്ഞിട്ടാവാം, തടി കൂടിയിട്ട് സാർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യും, അതേപോലെ നന്നായിട്ട് ഭക്ഷണവും കഴിക്കും, നന്നായിട്ട് കുക്ക് ചെയ്യും. സാർ അത് എൻജോയ് ചെയ്തോട്ടേന്ന്. അതിന് ആർക്കാണ് അവിടെ ബുദ്ധിമുട്ട്? സാറിന് ഇഷ്ടപ്പെട്ട സിനിമകൾ സാറ് കഥ കേൾക്കുന്നു, സാറ് ചെയ്യുന്നു. ഇത് തന്നെയല്ല എല്ലാ നടന്മാരും ചെയ്യുന്നത്. മോഹൻലാൽ ഇനി ഇങ്ങനത്തെ സിനിമകളാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് പറയാൻ അതിന് നമുക്ക് എന്താ റൈറ്റ്സ്? അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുറെ കമന്റുകൾ വരുമല്ലോ. പിന്നെ അതായത് ചില പടങ്ങള് ഫ്ലോപ്പ് ആകുമ്പോ ഇങ്ങർക്ക് അങ്ങനെ ഇങ്ങനത്തെ കഥകളൊന്നും കേൾക്കാതെയാണോ പോകുന്നത്, അല്ലെങ്കിൽ ഇത് കഥ വായിച്ചു വെക്കാതെ പോവുകയാണോ, പൈസക്ക് വേണ്ടിയാണോ, അങ്ങനെയുള്ള ഭയങ്കര ബ്ലണ്ടർ അല്ലേ അത്. സാർ ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ കിലുക്കത്തിന്റെ കഥ നമ്മളോട് പറഞ്ഞിട്ടാണോ സാറ് കേട്ടത്? അല്ലെ ചിത്രത്തിന്റെ കഥ, അല്ലെ ഇസൈനസ് അബ്ദുള്ള, ഇതൊക്കെ സാറ് സ്വയം തീരുമാനിച്ചതാണ്. സാറിന് കഥ കേട്ടു ഇഷ്ടപ്പെട്ടു സാറ് ചെയ്തു. അന്നും ഫ്ലോപ്പുകളൊക്കെ ഉണ്ടായിട്ടില്ലേ? പിന്നെ എന്തിനു നമ്മള് ബോധം? അല്ല ഞാൻ ചോദിക്കുന്നത്, ഇന്നിപ്പോ സോഷ്യൽ മീഡിയന്റെ ഒരു ഇൻഫ്ലുവൻസ് കൂടുതലുള്ളത് കൊണ്ട് എല്ലാവരും അങ്ങോട്ട് കയ്യിലൊരു ഫോൺ ഉണ്ടല്ലോ, എന്തും പറയാലോ. അല്ലെ അങ്ങനെ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പടം വിജയിപ്പിക്കാനുള്ള ഫോർമുല ഒരു സംവിധായകനോ നടനോ അറിയുമെങ്കിൽ അതങ്ങ് ചെയ്താൽ പോരെ എല്ലാ കാര്യം, അപ്പൊ എല്ലാം ഹിറ്റ് ആവില്ലേ? അങ്ങനെയൊന്നുമില്ല. അതെല്ലാം സാറ് തന്നെ ഇന്റർവ്യൂവിൽ പലതവണ പറഞ്ഞത്, അതെല്ലാം ചേർന്ന് വരുമ്പോഴാണ് ഒരു സിനിമ ജനങ്ങൾ സ്വീകരിക്കുന്നത്. പിന്നെ സാറിന്റെ ഒരു ക്വാളിറ്റി ഞാൻ ഇപ്പൊ തുടരും ഭയങ്കര ഹിറ്റാണ് സിനിമ. വേറെ ചില സിനിമകളൊക്കെ താഴെ പോയിട്ടുണ്ട്, പക്ഷെ എന്നാൽ പോലും രണ്ടും ഒരേപോലെ എടുക്കുക. സിനിമ വർക്കായില്ല അല്ലേ, ആളുകൾക്ക് ഇഷ്ടമായില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇഷ്ടമായില്ല എന്ത് ചെയ്യാൻ പറ്റും? അത് വിട്ടു. അപ്പൊ സാർ തുടരും നന്നായി ആണല്ലേ, എല്ലാവർക്കും ഇഷ്ടമായില്ലേ, സന്തോഷം കേട്ടോ. ഇത് രണ്ടും ഒരേ ടോണാ. അടുത്തതിലേക്ക് പോയി അദ്ദേഹം, അടുത്ത സിനിമയിലോ അടുത്ത പരിപാടിയിലേക്കോ അദ്ദേഹം ഇന്നായി. അതാണ് ഏറ്റവും വലിയ ക്വാളിറ്റി. നമുക്ക് ഒരു വിജയം കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആള് മാറുന്ന ഒരു ഇൻഡസ്ട്രിയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈവൻ എല്ലാ ടെക്നീഷ്യൻസും ക്വാളിറ്റി ഒക്കെ ഒന്ന് മാറ്റി വേറെ ലെവലില്.
ലാൽ സാർ ഇഷ്ടംപോലെ വിജയം കണ്ടിട്ടുണ്ട്, ഇഷ്ടംപോലെ ഫ്ലോപ്പും കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അത് രണ്ട് ബാലൻസ് ചെയ്യാൻ അറിയാം. അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയം. അദ്ദേഹത്തിനെ മാത്രമല്ല, ഈവൻ മമ്മൂക്കയാണെങ്കിൽ പോലും അവരൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വിജയത്തിന്റെ കൂടെ ഒരു പരാജയത്തിന്റെ കൂടെ തളർന്നിരിക്കുകയൊന്നുമല്ല. അടുത്തത് കാരണം അവരുടെ തൊഴിൽ മേഖലയാണ്. അടുത്തത് പുതിയത് കണ്ടെത്തുന്നു ചെയ്യും. അത് നമുക്ക് എല്ലാം സക്സസ്ഫുൾ ആക്കാനൊന്നും നമുക്ക് പറ്റില്ല. ചിലതൊക്കെ നമുക്ക് വർക്കൗട്ട് ആവുള്ളൂ, ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്കിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ചേട്ടൻ അഭിനയിക്കാൻ. അതിന്റെ പിന്നിൽ എന്താണ്? ഒന്നുമില്ല, ഒരു ദിവസം വെറുതെ തോന്നിയൊരു വട്ടാണ്. നോർമലി ഞാൻ അങ്ങനെ ആക്ടറൊന്നും അല്ല, പക്ഷെ ഞാൻ ഈ കോവിഡ് സമയത്ത് എന്താ ഒരു വീഡിയോന്റെ ഇൻ ബിറ്റ്വീൻ കയറി വന്നിട്ട് അഭിനയിച്ചു പോയിന്ന് മാത്രമേ ഉള്ളൂ. ഇത് ഭയങ്കര റാൻഡം ആയിട്ട് ഒരു ദിവസം വീട്ടിലിരുന്നപ്പോ പ്രത്യേകിച്ച് ജോലിയൊന്നും ആ സമയത്ത് ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നൊരു ചേഞ്ച് വേണമെന്ന് കരുതിയിട്ട് ഫോൺ എടുത്ത് ഫ്രണ്ടിൽ വെച്ച് സ്ക്രിപ്റ്റും ഇല്ല, ഒന്നുമില്ല, ചുമ്മാ ഒരു സാധനം അങ്ങ് ചെയ്ത് വെറുതെ രസത്തിന് അങ്ങ് ചെയ്താ. എന്റെ ഫ്രണ്ട് രജനീഷ് ഞാൻ അയച്ചു കൊടുത്തു, ഇന്റർവ്യൂ ഒക്കെ ചെയ്യുന്ന രജനീഷിന് അയച്ചു കൊടുത്തു. രജനീഷ് എന്നെ കീറി മുറിക്കുന്ന ഒരാൾ, ഞാൻ അങ്ങോട്ടും കീറി മുറിക്കുക. രജനീഷ് അയച്ചു കൊടുത്തു. രജനീഷ് എന്റെ അടുത്ത് ചോദിച്ചു, ഭയങ്കര രസമുണ്ട്, നല്ല രസമുണ്ട്, ആ ക്യാരക്ടർ കറക്റ്റ് കിട്ടിയിട്ടുണ്ട്, ഇമോഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇത് പോസ്റ്റ് ചെയ്താൽ ചിലപ്പോ വില പോവാന്ന് ചോദിച്ചു. ഇല്ലല്ല, അത് വില കൂടുന്ന കാര്യമല്ല, ഇത് പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞു. പക്ഷെ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയിട്ട് പോസ്റ്റ് ചെയ്തപ്പോ ആൾക്കാരെ കമന്റ്സ് ഒക്കെ വായിച്ചിട്ട് ഞാൻ കൊള്ളാലോ, പിന്നെ അതിന്റെ വേറെ വേഷനൊക്കെ ഇറക്കി ഭയങ്കര സപ്പോർട്ട് ആൾക്കാരാണ്. അപ്പം കുറെ ഡയറക്ടേഴ്സ് എനിക്ക് ഈ പണി അറിയോ, നമുക്ക് അടുത്ത പടം നമുക്ക് ഡയറക്ടേഴ്സിനൊക്കെ അറിയാലോ, അനീഷ് അടുത്ത പടം നമുക്ക് ചെയ്യാട്ടെ. ഞാൻ പറഞ്ഞു ഞാൻ അതിലേക്ക് തീരുമാനം എടുത്തിട്ടില്ല, ഒരു ആവേശത്തിൽ ചെയ്തതാണ്. ഈ എടാ നീ നന്നായി ചെയ്യുന്നുണ്ട്, ആ ക്യാരക്ടർ കിട്ടി എന്തോ ഒരു ഇമോഷനാ വന്നു പോകുന്നത്. അപ്പൊ അതൊരു സിംഗിൾ ഷോട്ടാണ്, മറ്റു റെക്കോർഡിങ്ങിൽ അങ്ങ് ഷൂട്ട് ചെയ്തു, സ്ക്രിപ്റ്റ് ഇല്ല, അങ്ങ് പറഞ്ഞങ്ങ് പോയി അതിനെ കൊണ്ട് എൻഡ് ചെയ്തു എന്നുള്ള. അപ്പൊ അതൊരു നല്ല സൈനാണ് എന്ന് പറഞ്ഞിട്ട് കുറെ പേര് പറഞ്ഞു. എനിക്കറിയില്ല എനിക്ക് ചെയ്യോ അങ്ങനെ അഭിനയത്തിലോട്ടൊരു കൈവെക്കാൻ വിളിച്ച ഞാൻ പോയി. ഞാൻ പറഞ്ഞു ഫോട്ടോഗ്രാഫി ഞാൻ പഠിച്ചിട്ടല്ല ചെയ്തത്, ഇതൊന്നും ഡയറക്ഷൻ സ്ക്രിപ്റ്റിംഗ് എല്ലാം എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും തോന്നുന്ന ആ പറ്റുന്ന അവസരങ്ങളൊന്നും ഒഴിവാക്കില്ല. ഒരാൾ അഭിനയിക്കാൻ വിളിച്ചാൽ അയാൾക്ക് ബുദ്ധിമുട്ടാവില്ല, ഞാൻ അങ്ങനെ തന്നെ അഭിനയിച്ചിട്ട് തിരിച്ചു വരുള്ളൂ. അല്ലാണ്ട് അയ്യോ അനീഷിനെ മാറ്റി വേറെ ആളെ വയ്ക്കുക, അതിന്റെ ആവശ്യം വരില്ല. ആ കോൺഫിഡൻസ് ഒക്കെ ഉണ്ട്. ഈ ഫോട്ടോഗ്രാഫിയിൽ നിൽക്കുമ്പോഴാണോ സംവിധാനം എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളിലോട്ട് കയറുന്ന, അല്ലെങ്കിൽ ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നോ? സംവിധാനം ഒന്നും ചെറുപ്പം മുതലേ ഇല്ല. ഇപ്പോഴും എന്റെ നാട്ടുകാർക്കൊക്കെ അത്ഭുതം, ഇവൻ എങ്ങനെ ഡയറക്ടറായി. ഫോട്ടോഗ്രാഫർ ആയതും ഒരു അത്ഭുതം തന്നെയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു മ്യൂസിക് വീഡിയോ ശ്രിന്റ് ആദ്യമായിട്ട് അഭിനയിച്ചൊരു മ്യൂസിക് വീഡിയോ ഞാൻ ഡയറക്ട് ചെയ്യുന്നത്. വേറെ ആള് ചെയ്യാൻ വേണ്ടി വെക്കുകയും അപ്പൊ ഞാനൊന്ന് ചെയ്തോട്ടെ, ഞാൻ കുറച്ചും കൂടി ഗംഭീരമായിട്ട് ചെയ്തിരുന്നു, ചുമ്മാ ഒന്ന് തള്ളി നോക്കി വന്നു. പിന്നെ നീ ചെയ്യുന്ന പറഞ്ഞ് അന്ന് ഈ സീഡ് എടുത്ത് കൈ തന്നു. അതിന്റെ ഭാഗമായിട്ട് ഞാനത് ആദ്യമായിട്ട് ഡയറക്ട് ചെയ്യുന്നത്. മായ മാധവ് എന്ന് പറഞ്ഞിട്ട് ശ്രിന്റെയാണ് അഭിനയിച്ച്, നമ്മൾ ആക്ട്രസ് ഭാമയാണ് പാടിയിട്ടുണ്ടായിരുന്നത്. ഒരു ഡിവോഷണൽ ഹിന്ദു സോങ് ആണ് അത്. അത് ഭയങ്കര ഹിറ്റായിരുന്നു ആ പാട്ട്. അപ്പോഴാണ് കുഴപ്പമില്ല, ഞാൻ എന്തൊക്കെ കാണിക്കണ്ടല്ലോ, കൂട്ടി ഒട്ടിച്ചൊക്കെ വന്നപ്പോ ഒരു കഥയൊക്കെ ആയല്ലോ എന്ന് പറഞ്ഞ അത് ഹിറ്റായപ്പോഴാണ് പിന്നെ ഒരു സിനിമയിലേക്കുള്ള. അപ്പോഴാണ് കാവ്യ മാധവൻ വിളിച്ചിട്ട് അവർക്കൊരു ആൽബം ചെയ്തു തരുമെന്ന് ചോദിക്കുന്നത്. അങ്ങനെയാണ് കാവ്യദളങ്ങൾ, അത് ഹിറ്റായിരുന്നു. അതിപ്പോഴും ഭയങ്കര ട്രെൻഡിങ്, ആൾക്കാർക്ക് വലിയ ഇഷ്ടം. അത് പിന്നെയാണ് മാറ്റ്നി എന്ന് പറഞ്ഞ സിനിമയിലേക്ക് വരുന്നത്. ഇതൊക്കെ ഇങ്ങനെ ഒരു ഒഴുക്കൽ സംഭവിച്ചാണ്. നാട്ടിൽ നിന്ന് ഒരിക്കലും വരുമ്പോ മോഹൻലാലിനോടുള്ള ഇഷ്ടം അത് സ്ഥായിയായിട്ടുണ്ട്. അന്ന് ഒരിക്കലും ഞാൻ നാട്ടിൽ പറഞ്ഞിട്ടില്ല എനിക്കൊരു ഡയറക്ടർ ആവണം എന്നും പറഞ്ഞിട്ട്. ഇതൊക്കെ എങ്ങനെയോ സംഭവിച്ചതാണ്. ഫോട്ടോഗ്രാഫർ ആയതും ഞാൻ ഇങ്ങനെ സംഭവിച്ചു. ഇപ്പൊ ഇതുകൊണ്ടൊക്കെയാണ് ജീവിച്ചു പോകുന്നത്. പിന്നെ മകൾ ആവണി ഇപ്പൊ സിനിമയില് നല്ല പുതിയ പുതിയ ക്യാരക്ടറുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇറങ്ങിയ പടം റെട്രോ കണ്ടിരുന്നോ? റെട്രോ കണ്ടിട്ടില്ല. പടങ്ങള് അത് കണ്ടിട്ടില്ല, ബൈ മിസ്റ്റേക്ക്. 20 സിനിമയായി അവളിപ്പോ നന്നായി ചെയ്യുന്നുണ്ട്. ബാക്കി അത്യാവശ്യം എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇത് കാണാൻ പറ്റില്ല, ഞാൻ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. അത് കാണണം. OTT റിലീസ് വരുന്നുണ്ട് അടുത്ത് തന്നെ. ഞാൻ ഇന്നലെ വരെ ഇന്ന് രാവിലെ 1:30 ഞാൻ എത്തിയത് കൊച്ചിയില്. ഇനി ഒഴിവ് പോലെ കാണാൻ കുറെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഓരോന്നോരോന്നിരുന്ന് കാണണം. അവണിയുടെ മാത്രമല്ല അല്ലാണ്ടും ഉള്ള സിനിമകൾ. എങ്ങനെ വിളിക്കാറും കാര്യങ്ങളൊക്കെ ഉണ്ടോ? വിളി ഇടയ്ക്ക് ഒന്ന് വിളിക്കും, അത്രേ ഉള്ളു. ബർത്ത്ഡേ സമയത്തൊക്കെ കോൾ ചെയ്യും, അല്ലാണ്ടൊന്നും അങ്ങനെയില്ല. ഞാനങ്ങനെ വിളിച്ച് ബുദ്ധിമുട്ടിക്കാറില്ല, ഇങ്ങോട്ടും വിളിക്കാറില്ല. അന്ന് കൈ എന്താ പൊള്ളലൊക്കെ ആയപ്പോ വിളിച്ചപ്പോ പറഞ്ഞു അത് 7 മാസം മുന്നുള്ളതാണ്. അപ്പൊ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം അതെനിക്ക് അറിയായിരുന്നു. സൂര്യയൊക്കെ സ്റ്റേജിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു, അല്ലാണ്ട് ഞാൻ അറിഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് ഇത് പിന്നെയും പൊള്ളിയോന്നാ ഞാൻ കരുതിയ. പിന്നെ പോസ്റ്റ് ചെയ്തപ്പോ അത് മുന്നത്തെ അത് പറഞ്ഞു, അത്രേ ഉള്ളൂ. ഇപ്പൊ ഫാമിലിയില് അവിടെ നാട്ടിലാരൊക്കെയുള്ള? നാട്ടിൽ അമ്മയുടെ വീട്ടുകാരും അച്ഛന്റെ വീട്ടുകാരൊക്കെ ഉണ്ട് വയനാട്ടില്. ഞാൻ ഇടയ്ക്ക് പോകാറുണ്ട്. പക്ഷെ
പൊതുവെ കുറവാണ് പോക്ക്. എനിക്ക് ഭയങ്കരമായിട്ട് ട്രാവൽ ചെയ്യുന്ന ആളൊന്നും അല്ല. അതിന്റെ ചെറിയ പിന്നെ ചുരം കയറി അങ്ങ് എത്തണ്ടേ, അപ്പൊ അത്രയും ഗ്യാപ്പ്. അവിടെ ചെന്ന് കഴിയുമ്പോ എങ്ങനെ ആൾക്കാരുടെ ഒരു എപ്പോഴെങ്കിലും ചെല്ലുമല്ലോ, ഭയങ്കര കാര്യമാണ്. അവിടെയും ഫോട്ടോ എടുക്കലും പരിപാടി ഇഷ്ടമാണ്. പിന്നെ നമ്മള് പഴയ ആൾക്കാരുടെ അടുത്തൊക്കെ പോയിരിക്കും. പക്ഷെ എല്ലാരും പറയും ഈ ചിരിയൊക്കെ പണ്ടേ ഉള്ള പോലെ തന്നെയാണല്ലോ ഇപ്പോഴും എന്റെ അടുത്ത്. അന്ന് അവിടെ ഇങ്ങനെ ചിരിച്ചങ്ങനെ നടക്കുന്നു. എന്നെ അങ്ങനെ വലിയ പെയിനൊന്നും എന്നെ ഒന്നും ഇടിക്കാറില്ല. എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ ഒരു പരിധി വരെ അറിയാം എനിക്ക്. അപ്പൊ അത് ചിരിച്ചിട്ടൊക്കെ അങ്ങനെ പോകും. അപ്പൊ അതുകൊണ്ട് നാട്ടിലെത്തുമ്പോ ഒരു മാറ്റമില്ല. ഇതേപോലെ തന്നെ പേരൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ സ്വഭാവമൊക്കെ അതുപോലെ തന്നെ ഇരിക്കും പറയാറുണ്ട്. അവിടെ ചെല്ലുമ്പോ ഇങ്ങനെ സെലിബ്രിറ്റിയാണ് അങ്ങനത്തെ ഒരു ഇതില് ആൾക്കാർ എന്നെ സെലിബ്രിറ്റി ആക്കാൻ ഞാൻ ആർക്ക് സ്പേസ് കൊടുക്കാറൊന്നുമില്ല. ഞാൻ പടം ഷൂട്ട് ചെയ്യുമ്പോ പോലും ഡയറക്ടർക്ക് ഒരു ചെയർ അങ്ങനെയുള്ള സ്ഥലം ഞാൻ ആ സൗകര്യങ്ങളൊന്നും അങ്ങനെ കൈപ്പറ്റാൻ നിൽക്കണം. ഞാൻ യൂണിറ്റുകാരുടെ കൂടെ നടക്കും, എല്ലാവരുടെ കൂടെ നടക്കും. എല്ലാവരെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ പോകുന്ന ഒരാൾ എല്ലാവരോടും ഞാൻ സംസാരിക്കും. പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അനീഷ് ഒരു ഡയറക്ടറാണ്, അപ്പൊ അനീഷ് കുറച്ചും കൂടെ ഇങ്ങനെ ഞാൻ പറഞ്ഞു അപ്പൊ അത് അനീഷ് അല്ല, വേറെ ഒരാളായി പോവില്ലേ. അങ്ങനെ ചെയ്താൽ അധികം നേരം എനിക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാനൊന്നും പറ്റൂല. ഞാൻ വീണ്ടും പഴയ അലമ്പ സ്വഭാവത്തിലേക്ക് ഇറങ്ങും. അപ്പൊ എനിക്ക് എല്ലാവരോടും സംസാരിച്ച് ചിരിച്ച് കളിച്ചിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ എന്റെ കൂടെ വർക്ക് ചെയ്ത ടെക്നീഷ്യൻസിനും എന്നെ വലിയ കാര്യമാണ്, യൂണിറ്റുകാർക്ക് എന്നെ വലിയ കാര്യമാണ്. ആള് ഭയങ്കര എന്ന് പറയും. അത് ഉണ്ടാക്കുന്നതല്ല, ഉണ്ടാക്കുന്ന കുറച്ചു നേരമല്ലേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റുള്ളൂ. ഇത് ബേസിക് ക്യാരക്ടർ ഇതാണ്. അപ്പം ആരെക്കൊണ്ടും പരാതി പറയിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കാറുണ്ട്. എപ്പോഴെങ്കിലും ഈ ചിരി അല്ലെങ്കിൽ ഇങ്ങനെ ആരോടും റിയാക്ട് ചെയ്യ ദേഷ്യപ്പെടാത്ത ഈ എപ്പോഴുള്ള ഈ സ്ഥായി ഭാവം അഭിനയാന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? പെട്ടെന്ന് കാണുന്ന ആൾക്കാർക്ക് ചിലപ്പോ അങ്ങനെ തോന്നാറുണ്ട്. ഇപ്പൊ 1/2 മണിക്കൂറൊക്കെ സംസാരിച്ച് പോകുന്ന ആൾക്കാർ പുള്ളി ഇങ്ങനെയാണോ ഇനി പുള്ളി, അപ്പൊ എന്നെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ അവർക്ക് അതിന്റെ ആൻസർ കിട്ടും. ഇപ്പൊ 1/2 മണിക്കൂർ സംസാരിച്ച ഒരാളൊരു 1.5 കൊല്ലം കഴിഞ്ഞിട്ട് എന്റെ അടുത്തൊന്ന് സംസാരിച്ച് ഞാൻ ഇങ്ങനെ തന്നെ ആയിരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് ഞാൻ നേരത്തെ നാട്ടിലെ കാര്യം പറഞ്ഞു. അവർക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടാറില്ല. എനിക്ക് അങ്ങനെ വേറെ ആളാവാൻ എനിക്ക് പറ്റൂല. എനിക്കല്ല അത് എത്ര നേരം പിടിച്ചിരിക്കാൻ പറ്റും. നമ്മൾ ക്യാരക്ടറായിട്ട് ചെയ്യാം. സിനിമയിലൊക്കെ കട്ട് പറയുമ്പോൾ നിർത്തിയിട്ട് വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാല്ല. പക്ഷെ നമുക്ക് അല്ലാണ്ടൊന്നും നമുക്ക് പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെയാ. ഡയറക്ടർ അനീഷ് ഉപാസനയാണോ അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫർ അനീഷ് ഉപാസനയാണോ ചേട്ടൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന ഒരു പ്രൊഫഷൻ? രണ്ടും എൻജോയ് ചെയ്യുന്നതാണ്. എന്റെ ബേസ് എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫിയാ. അവിടെ നിന്നിട്ടാണ് ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കിയത്. അപ്പൊ ആ ബേസിനോടുള്ളൊരു ഇഷ്ടം അതെപ്പോഴും കൂടുതൽ തന്നെ ആയിരിക്കും. അതിന്റെ അർത്ഥം സിനിമയോട് ഇഷ്ടമില്ല എന്നുള്ളതല്ല, അവിടെ ചവിട്ടി നിന്നിട്ടല്ലേ ഇതെല്ലാം ചെയ്തത്. അപ്പൊ അതായിരിക്കും നമ്മൾ കൂടുതൽ ചേർത്ത് പിടിക്കുന്നത്. കാരണം ഇവിടുന്ന് ഒക്കെ വീണാലും ഞാൻ ഇവിടെ പോയി നിൽക്കും, ഫോട്ടോഗ്രാഫി പോയി നിൽക്കും. ഇതെന്നെ കൈവിടില്ല. കാരണം ഇത് ഇത്രയും കാലം നമ്മൾ ക്യാമറ നെഞ്ചിൽ ചേർത്ത് പിടിച്ച് നടന്ന ഒരാളാണ്. അപ്പൊ ഇതെന്നെ കൈവിടില്ല എന്നറിയാം. സിനിമ കൈവിടാം, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ അഭിനയിക്കാൻ പോകുന്ന അഭിനയം എൻ്റെ അടുത്ത് പോയേക്കാം, അല്ല എന്തോ എൻ്റെ അടുത്ത് പോയേക്കാം. ഫോട്ടോഗ്രാഫി എന്നെ നിലനിർത്തും. ഈ ഉപാസന എന്ന് പറയുന്നത് അച്ഛന്റെ ആർട്സിന്റെ പേരാണ്. ഉപാസന ആർട്സ് എന്നാണ്. ഇപ്പോഴും ഉണ്ടോ അത്? ഇല്ല, അതൊക്കെ നിർത്തി. നമ്മൾ പെയിന്റിംഗ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പൊ എന്റെ പേരിന്റെ കൂടെ ഞാൻ ഒരു ഭംഗിക്ക് ചേർത്തതാണ്. പക്ഷെ അതുള്ളത് കൊണ്ടാണ് എന്നെ ആൾക്കാർ ഇപ്പോഴും തിരിച്ചറിയുന്നത്. കാരണം അതൊരു റെയർ നെയിമായിട്ട് ആൾക്കാർക്ക് കിട്ടി. അപ്പം ഒരു തവണ ഒരാളുടെ പേര് പറഞ്ഞാൽ മതി, എന്റെ മുഖം മറന്നാലും പേര് പെട്ടെന്ന്. ഇന്നലെ ഞാനൊരു സീരിയലിന്റെ ലൊക്കേഷനിൽ പോയി, ഞാൻ ട്രിവാൻഡ്രത്ത് വരുന്ന സമയത്ത് പലയിടത്തും ഞാൻ അപ്പൊ എന്താ പേര്, അനീഷ് എന്നാ പേര്. ഡയറക്ടർ എന്നോട് സംസാരിക്കുന്നു. ഇവിടെ ഞാൻ ട്രിവാൻഡ്രത്ത് പോയി വരാം. ഓക്കെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഞാൻ ഫിലിം മേക്കറാണ്. ഫുൾ നെയിം എന്താ? അപ്പൊ ഞാൻ അനീഷ് ഉപാസന. അപ്പൊ പുള്ളി മാസ്ക് സോറി കേട്ടോ എനിക്ക് ആളെ മനസ്സിലായി. ഞാനൊന്നും കുഴപ്പമില്ല, ഞാൻ എൻ്റെ പേരിങ്ങനെ ഫുള്ള് പറഞ്ഞ് നിൽക്കാറൊന്നുമില്ല. എനിക്കതൊക്കെ എന്തോ ഒരു ഞാനത് പറയേണ്ട സ്ഥലത്ത് പറയുക എന്നുള്ളതാണ്. ഞാൻ അത്രയും നോക്കുള്ളൂ. അല്ലാണ്ട് ഞാൻ അനീഷ് ഉപാസനയാണെന്ന് പറയുമ്പോൾ അവരുടെ ഞെട്ടൽ കാണാൻ വേണ്ടി, അല്ലെങ്കിൽ അവർ അയ്യോ എനിക്ക് തെറ്റിപ്പോയി, അതിനൊന്നും ആവശ്യമില്ല. അദ്ദേഹത്തിന്റെ സീരിയലിൽ അയാള് മിടുക്കനാണ്, ഞാൻ എൻ്റെ സിനിമയിലും ഞാൻ മിടുക്കനാണ്. അത്രയേ ഉള്ളൂ. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട്ഫുൾ ആയിട്ട് പോവാന്ന് മാത്രമേ ഉള്ളൂ. അപ്പം അയാൾ അങ്ങനെ കുറെ ഇതൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് അതൊന്നുമല്ല അനീഷ്. അപ്പം ഇറങ്ങിയ 4 പടങ്ങളില് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പടങ്ങളും സ്വന്തം പടങ്ങളും എല്ലാ പടങ്ങളും ഇഷ്ടമാണ്. എന്നാലും കുറച്ചും കൂടി ഒരു അറ്റാച്ച്മെന്റ് കൂടുതലുള്ള ഒരു പടം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ സിനിമ എപ്പോഴും
ഒരുപാട് എഫർട്ട് അതിന്റെ പുറകിലുണ്ടാവും. ഏത് സിനിമ ചെയ്യണം എന്നുള്ളൊരു തീരുമാനിച്ച് ഫിൽട്ടർ ചെയ്ത് വരുന്നതാണ് ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആദ്യമായിട്ട് ആക്ഷൻ വിളിക്കുന്ന ഒരു സിനിമ, അതിന്റെ ഓർമ്മകൾ ഭയങ്കരമായിരിക്കും എപ്പോഴും. രണ്ടാമതൊരു എക്സ്പീരിയൻസിലാക്കിയാണ് പിന്നെ കയറുന്നത്. പിന്നെ കുറച്ചും കൂടി നമുക്ക് ലൈറ്ററായി അടുത്തേക്ക് കയറുമ്പോൾ നമുക്ക് കുറെ കാര്യങ്ങൾ അറിയാന്നുള്ളത്. ആദ്യത്തെ സിനിമയെ കുറിച്ചാണ് എൻ്റെ അടുത്ത് ഒരുപാട് റിവ്യൂസ് ആൾക്കാർ, മാറ്റിനി എന്ന് പറഞ്ഞ സിനിമ ഇപ്പോഴും മനസ്സിലുണ്ട് എന്ന് പറയുന്നു. തന്നെ അതുപോലെ സെക്കൻഡ്സ് ആൾക്കാർക്ക് വലിയ ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് ജോഷി സാറൊക്കെ, ഡയറക്ടർ ജോഷിയൊക്കെ എന്നോട്, സിദ്ദീഖ്, നടൻ സിദ്ദീഖ് അവർ സംസാരിക്കാറുണ്ട്. പിന്നെ ജാനകി നല്ല പോപ്പുലർ ആയ സിനിമയായിരുന്നു. അത് പിന്നെ എല്ലാവരും അതിനെക്കുറിച്ച് ഇങ്ങനെ അഭിപ്രായങ്ങൾ പറയുമ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അതെങ്ങനെ എടുക്കുക? നെഗറ്റീവ് ആകുമ്പോൾ അത് എന്താണെന്ന് അറിയാം, ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ നെഗറ്റീവ് കമന്റ്സ് പറയുമ്പോൾ അതിന് വാല്യൂ ഉണ്ടോ എന്ന് നോക്കും. വെറുതെ നമ്മളെ തളർത്താൻ വേണ്ടിയിട്ടാ പറയണെങ്കിൽ അത് വിട്ടുകളയും. ചില കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് പറയും. ഈ സിനിമയ്ക്ക് ഒരു പ്രശ്നമുണ്ട്, ഇതാണ് പ്രശ്നം, നമുക്ക് മനസ്സിലാവും അതൊരു പ്രശ്നം തന്നെയാണെന്നുള്ളത്. നമുക്ക് മറ്റൊരാൾ പറയുമ്പോൾ അതിന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. വെറുതെ വഴക്ക് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ട്, അതൊന്നും നമ്മൾ നോക്കാൻ പോകാറില്ല. നമ്മളെ കളിയാക്കുന്ന ആൾക്കാരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇയാൾ മോഹൻലാലിന്റെ നിഴലിൽ നടക്കുകയാണ്, അങ്ങനത്തെ കുറെ പേരുകൾ കേൾക്കൂലേ, മോഹൻലാലിന്റെ കൂടെ നടക്കുന്ന പുള്ളി നടക്കണ്ട. ഞാൻ നടക്കുന്നത് മോഹൻലാലിന് കുഴപ്പമില്ലെങ്കിൽ അവർക്കെന്താ കുഴപ്പം? കുഴപ്പം വേണ്ടത് മോഹൻലാലിനല്ല. ഇനി മുതൽ എന്റെ കൂടെ നടക്കണ്ട കേട്ടോ എന്ന് അദ്ദേഹത്തിന് പറയാലോ. അപ്പൊ ഞാൻ ഇറങ്ങിയാ പോരെ. ഇവര് പറഞ്ഞിട്ട് ഞാൻ എന്തിനാ ഇറങ്ങണം? അതൊന്നും നോക്കാറില്ല. എനിക്കിഷ്ടമുള്ള ഒരാളുടെ കൂടെ ഞാൻ നടക്കുന്നു, അതെന്റെ ഇഷ്ടമാണ്. ആരുടെ കൂടെ നടക്കണം ഞാൻ തീരുമാനിക്കും. അപ്പൊ അത് വേണ്ട എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. വേണ്ട എന്ന് പറയാൻ അയാൾക്ക് അവകാശമുണ്ട്. ആരെ കൂടെയാണോ ഞാൻ അദ്ദേഹത്തിന് പറയാം ഇനി എന്റെ കൂടെ നടക്കണ്ടെന്ന്. വേറെ ആർക്കും അതിൽ റൈറ്റ്സ് ഉള്ളത്? ലാൽ സാറിന്റെ കൂടെ ഇല്ല. ഞാൻ ആരുടെ കൂടെ നടന്നാലും ആർക്കും റൈറ്റ്സ് ഇല്ലല്ലോ. എല്ലാവർക്കും അവരതായ ഫ്രീഡം സ്പേസ് ഒക്കെ ഇല്ലേ. അപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പിന്നെ ചില കുശുമ്പൊക്കെ അതുണ്ടാവും. പക്ഷെ ചിലവർ കുശുമ്പ് തുറന്നു പറയും കേട്ടോ. ഞാൻ അവർക്കൊക്കെ റിപ്ലൈ ഒക്കെ കൊടുക്കും. ചേട്ടാ സത്യം പറ, കുശുമ്പ് അടിച്ചിട്ട് ചാവാനേ ചേട്ടാന്ന് പറയും. ഞാൻ പറഞ്ഞു അയ്യോ അപ്പൊ എന്തപ്പോ ചെയ്യാൻ പറ്റും. ഞാൻ എപ്പോഴും നമുക്ക് ലാൽ സാറെ കാണാനുള്ള സമയത്ത് കംഫർട്ടബിൾ ആണ്, നമുക്ക് കാണാം കേട്ടോ. അതോടുകൂടി എന്നോടുള്ള കുശുമ്പ് മാറുമല്ലോ. ലാൽ സാറിനെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ നിങ്ങളോട് ഭയങ്കര അസൂയ ഞങ്ങൾക്ക് അറിയില്ല. അപ്പൊ ഞാൻ പറയും ചേട്ടാ ഞാൻ എപ്പോഴും കൂടെയൊന്നല്ല, ഉള്ളപ്പോ എടുക്കുന്ന ഫോട്ടോസ് ഒക്കെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കൂടെ നിൽക്കാനാണ് എനിക്ക് ആഗ്രഹം. അപ്പൊ നിങ്ങൾ ഇങ്ങനെ അസൂയും കുശുമ്പൊക്കെ കാണിച്ചാൽ ചിലപ്പോ ഇനി പോലും ഭയങ്കരമായിട്ട് കുറയും. നിങ്ങളൊന്ന് പ്രാക്കല്ല എന്നെ അങ്ങനെ പറയാറുണ്ട്. പിന്നെ എങ്ങനെ ഫുഡൊക്കെ എല്ലാ ഫുഡും കഴിക്കുന്ന ആളാണോ അല്ലെ ഫുഡി ആണോ? ഇഷ്ടപ്പെട്ട ഫുഡ് എന്താ? ഫുഡ് നന്നായിട്ട് കഴിക്കും, അത് കറക്റ്റ് സമയത്ത് കഴിക്കും. അതായിരിക്കും ഇങ്ങനെ ഗ്ലാമർ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ. അല്ല ഞാന് ഗ്ലാമർ അല്ല, ഞാൻ എൻ്റെ ഒരു ബേസിക് ഭംഗി ഞാൻ മെയിൻറ്റെയിൻ ചെയ്യും. അപ്പം ഞാൻ കുറച്ച് ബ്യൂട്ടി കോൺഷ്യസ് ഒക്കെയാണ്. ഞാൻ കുഴപ്പമില്ലാണ്ട് വർക്കൗട്ടിന് പോകാറുണ്ട്, ഫുഡ് പ്രോപ്പറായിട്ട് കഴിക്കാറുണ്ട്, പ്രോപ്പറായിട്ട് ഉറങ്ങാൻ ശ്രമിക്കാറുണ്ട്. ഈ ഒരു പ്രൊഫഷൻ ആവുമ്പോ ഉറക്കം കറക്റ്റ് ആയിട്ട് കിട്ടാറില്ല, പക്ഷെ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ട് ഉറങ്ങും. പിന്നെ കുറച്ച് വർക്ക് ഹോളിക്കാണ്, ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ അതിന്റെ സാമ്പത്തിക ലാഭമൊന്നും തലയിലില്ല. ഇപ്പൊ 500 രൂപന്റെ വർക്കാണ് ഞാൻ എടുത്തത്, ഞാൻ ചെയ്തു വരുമ്പോഴേക്കും അത് 2000 രൂപയുടെ ചെലവായിട്ടുണ്ടാവും. പക്ഷെ അവര് സാറ്റിസ്ഫൈ ആവുക എന്നുള്ളത് മാത്രമേ നോക്കാറുള്ളൂ. അത് അങ്ങനെ മാക്സിമം ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കും. ഞാൻ ഹാപ്പി ആയിട്ട് അപ്പം ഞാൻ കുറച്ച് പാട്ട് പാടും, കീബോർഡ് വായിക്കും, കുറച്ചൊരു പെയിന്റിങ്ങും, കുറച്ച് കഥ എഴുതും, സിനിമകൾ കാണും. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇതൊക്കെ ഇങ്ങനെ കുറേശ്ശൊക്കെ അറിയുന്നത് കൊണ്ട്, ഈ പാട്ടും വരെയൊക്കെ അറിയുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഡേ ഫില്ല് ചെയ്ത് അങ്ങ് പോകും. ഇതില്ലാത്തവർക്ക് അതൊരു ബുദ്ധിമുട്ടല്ലേ, എങ്ങനെ ഫില്ല് ചെയ്യും. അപ്പൊ അവർ കയറി കിടന്ന് ഉറങ്ങും. ഞാൻ ഡേ ടൈമിൽ അങ്ങനെ ഉറങ്ങാറില്ല. അപ്പൊ അങ്ങനെയൊക്കെ. പിന്നെ ഞാൻ അങ്ങനെ ട്രിപ്പ് പോകുന്ന ആളോ അങ്ങനെയൊന്നും അല്ല കേട്ടോ. ആരെങ്കിലൊക്കെ നിർബന്ധിച്ചങ്ങ് ശരി പോയേക്കാം. പക്ഷെ പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരുപാട് ഫ്രണ്ട് സർക്കിൾ ഉണ്ടോ? ഇല്ല, ഭയങ്കര എല്ലാ ഫ്രണ്ട്സും പ്രൊഫഷണൽ ഫ്രണ്ട്സ് ആണ്. ഇപ്പൊ ഞാൻ താമസിക്കുന്നത് നന്മ വൺ കൊച്ചിൻ എന്ന് പറഞ്ഞൊരു, ഇപ്പൊ ഞാൻ താമസിക്കുന്നത് സിൽവർ സാൻഡ് ഐലൻഡിലാണ്. നന്മ വൺ കൊച്ചിൻ എന്നാണ് ആ ഫ്ലാറ്റിന്റെ പേര്. അപ്പൊ അവിടെ ഞങ്ങൾക്കൊരു ഗ്രൂപ്പ് ഉണ്ട്, ബോയ്സ് ഓൺ എന്ന് പറഞ്ഞിട്ട്. അത് അടിപൊളിയാ. എല്ലാ ഏജിലുള്ള ആൾക്കാരും പിന്നെ പലതരം പ്രൊഫഷണലുള്ള ആൾക്കാരും. എന്നെയും ഭയങ്കര സ്നേഹമാണ്, എനിക്കും സ്നേഹമാണ്. അപ്പൊ ഞങ്ങൾ അങ്ങനെ ട്രിപ്പൊക്കെ പോവും ഇടയ്ക്കൊക്കെ. പിന്നെ അവിടെ കൂടാറുണ്ട് ഞങ്ങള്.
അത് രസമാണ്. എല്ലാരും തിരക്കുള്ള പിന്നെ കൂടെ പഠിച്ച ഫ്രണ്ട്സും അങ്ങനത്തെ വാട്സപ്പ് ഗ്രൂപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അവരുടെയൊക്കെ മുമ്പിൽ അതിനൊന്നും എല്ലാരും വേറെ എവിടേക്കൊക്കെയാണ്. പക്ഷെ അവർക്കൊക്കെ എന്നെ അറിയാം. ഇടയ്ക്ക് എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കടാ, ഇത് കണ്ടു അത് കണ്ടു എന്നൊക്കെ പറഞ്ഞയക്കും. അപ്പൊ ചേട്ടൻ പഠിച്ചതൊക്കെ എവിടെയായിരുന്നു? അവിടെ നാട്ടിൽ തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പെരുമാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പഠിച്ചിട്ടുള്ളത്. പക്ഷെ കൂടെ ഉള്ളവരൊന്നും കുറച്ച് പേര്, ഒരു 4-5 പേരൊക്കെ ആയിട്ട് അവിടെ ഇവിടെയൊക്കെ കോണ്ടാക്ട് ഉണ്ട്. പിന്നെ എല്ലാരും ഓരോ പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്നെ എല്ലാവരും ധാരണ ഞാൻ ഭയങ്കര തിരക്കാന്ന്. ഞാൻ ചുമ്മാ വർക്കുള്ളപ്പോ നീ തിരക്കാണ്ട വിളിക്കാത്ത. അപ്പൊ ഇവര് ധാരണ ഞാൻ ഫുള്ള് ലാൽസാറെ വീട്ടില് കസേരക്കിട്ട് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പൊ ഞാൻ എന്നെ എപ്പോ വേണമെങ്കിൽ വിളിച്ചോ, ഫ്രീയാണെ എടുക്കല്ലേ തിരിച്ചു വിളിച്ചാൽ മതിയല്ലോ എന്നൊക്കെ ഞാൻ പറയാം. പിന്നെ ലാൽസാറിന്റെ വീട്ടില് എല്ലാവരുമായിട്ട് എങ്ങനെയാ? സാറിനുമായിട്ടുള്ള ബന്ധം പറഞ്ഞു, സാറിന്റെ അടുപ്പം പറഞ്ഞു. ഫാമിലിയിൽ എങ്ങനെയാണ് മക്കളുമായിട്ടും ചേച്ചിയായിട്ടും ഒക്കെ? ഞാന് ലാൽസാറിന്റെ അമ്മ ഒരിക്കൽ വർഷങ്ങൾക്ക് മുന്നേ, ഇപ്പൊ വയ്യാതിരിക്കുകയാണ്, വർഷങ്ങൾക്ക് മുന്നേ നമ്മൾ തേവര വീട്ടില് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി. അപ്പോൾ ലാൽസാർ വരാൻ കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ അവിടെ ഇരുന്നപ്പോൾ സാറിന്റെ അമ്മേനെ കണ്ടു. അപ്പൊ ഞാൻ അമ്മേന്റെ അടുത്ത് പോയിട്ട്, ഇപ്പൊ അമ്മയ്ക്ക് വയ്യാട്ടോ, അന്ന് നന്നായിട്ടൊക്കെ സംസാരിക്കുന്നത്. അപ്പൊ അമ്മേന്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ പേര് ഇന്നതാണ്, അനീഷ് ഉപാസന എൻ്റെ പേര്. അപ്പൊ എൻ്റെ അടുത്ത് ലാലുവിന്റെ ഫോട്ടോ എടുക്കുന്ന ആളല്ലേ എന്ന് ചോദിച്ചു. അത് എൻ്റെ ചെവിയിൽ ഇപ്പോഴും ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ അതേന്ന് പറഞ്ഞ ഈ പേര് എനിക്ക് നല്ല ഓർമ്മയുണ്ട് മോനെ. എനിക്ക് മുഖം അറിയില്ല, നല്ല ഫോട്ടോ കേട്ടോ ലാലുവിന്റെ എടുക്കണം, ലാലു ചിരിക്കണമൊക്കെ നല്ല രസമാണെന്ന് പറഞ്ഞു. അത് മാത്രമേ ഞാൻ അവരോട് ആകെ സംസാരിച്ചിട്ടുള്ളൂ. പിന്നെ കണ്ടിട്ടൊക്കെയാണ്, പിന്നെ വയ്യായികൊക്കെയാണ് ഇപ്പൊ. പിന്നെ സുചി മാം ഇടയ്ക്ക് ഇങ്ങനെ വാട്സപ്പ് ഒക്കെ ചെയ്യാറുണ്ട്. അതൊക്കെ രസമാണ്. സുചി മാം എന്ത് സംസാരിക്കുമ്പോൾ സുചി മാം ഭയങ്കര, നമ്മളെന്ത് ചോദിച്ചാലും അപ്പൊ തന്നെ എനിക്ക് റിപ്ലൈ ഒക്കെ തരും. അപ്പൊ ഇന്ന സാധനം ഞാൻ കൊടുത്തിട്ടുണ്ട് മാം ലാൽ സാറിന്, ഞാൻ ഏട്ടനോട് പറയാട്ടോ എന്ന് പറയും. ഇപ്പൊ ലാൽ സാറിനെ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഭയങ്കര ഹംബിളായിട്ടുള്ള ആൾക്കാരാ, നല്ല ആൾക്കാരാ. അവരങ്ങനെ ഭയങ്കര ഞാൻ മോഹൻലാൽ ഇതെന്റെ ഭാര്യ ഇതൊന്നുമില്ല. ഞാൻ എപ്പോഴും തോന്നുന്നു നമുക്കൊക്കെയാണോ ജാട ചിന്തിക്കാറുണ്ട്. ഇവരൊക്കെ സാധാരണ ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ, ഈവൻ എയർപോർട്ടിലാണെങ്കിൽ പോലും, ഈ പപ്പു ആണെങ്കിൽ പോലും എല്ലാവരോടും കൂട്ടുകൂട്ടിയിട്ട് അവര് വരും. അവർക്ക് ആ സ്റ്റാർഡൊന്നുമില്ല. ഒരു പക്ഷെ കാണുന്ന ആൾക്കാർക്കൊക്കെയാണ് ഇവർക്ക് സ്റ്റാർട്ട് ഉണ്ട്. ഇവർക്ക് അതൊന്നും പുറത്തുള്ളവരാണ് കൊടുക്കുന്നത്. ചുമ്മാ ജനറേറ്റ് ചെയ്യാ ഓരോ ഇഷ്യൂസും ഒക്കെ. അങ്ങനെ അവർക്ക് പറയുമ്പോ പുറത്ത് ഇപ്പൊ നമ്മളിറങ്ങി നടക്കുന്ന പോലെ നടക്കാനും പറ്റില്ലല്ലോ ഈ ആൾക്കാരെ പേടിച്ചിട്ട്. അതെ, അപ്പൊ അതുകൊണ്ട് അവര് വരുന്നു, അവര് വണ്ടി കയറി പോകുന്നല്ല. ഇപ്പൊ വന്ന് ഓട്ടോറിക്ഷ വിളിച്ച് പോകാൻ പറ്റില്ലല്ലോ. ഒരു വണ്ടി കയറി പോകുന്നു, നമ്മളെ ഒന്നും നോക്കിയില്ല. അവരങ്ങനെ നോക്കാൻ നിന്ന് അവരെല്ലാരും നോക്കേണ്ടി വരും. നോക്കിയിട്ട് അവർക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകണം, അവിടെ ആരെയും വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. അപ്പൊ അവർക്ക് എസ്കേപ്പ് ആവല്ലാണ്ട് വേറെ വഴിയില്ല. സമയമുള്ളപ്പോ ഇവരൊക്കെ അല്ലേ. ഇപ്പൊ മാം തന്നെ തിയേറ്ററിലൊക്കെ സിനിമ കണ്ടിറങ്ങുമ്പോ എല്ലാരും വേണ്ടി പറഞ്ഞിട്ടൊക്കെ വരിക. നമ്മളും ഉണ്ടാവും കൂടെയൊക്കെ. എല്ലാവരോടും സംസാരിച്ചില്ല. അവര് കിട്ടുന്ന സമയത്ത് അവർക്ക് പറ്റുന്ന പോലെയൊക്കെ എല്ലാവരും സംസാരിക്കാറുണ്ട്. എന്റെ കാഴ്ചയിൽ അതൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇവരൊക്കെ എന്തേ പറഞ്ഞത് മനസ്സിലാവുന്ന ഇടയ്ക്ക്. ചിലപ്പോ ചേട്ടൻ അത്ര അടുത്ത് നിൽക്കുന്നത് കൊണ്ടായിരിക്കും ചേട്ടൻ അങ്ങനെ തോന്നുന്നു. ബാക്കിയുള്ളവരിങ്ങനെ പുറമേന്ന് കാണുന്നത് മാത്രല്ലേ ഉള്ളൂ. പിന്നെ ഇതേപോലെ യൂട്യൂബ് ചാനലൊക്കെ സുചിത്ര മോഹൻലാൽ സംസാരിക്കാതെ പോയി അതൊക്കെ ഇത് ബ്രെയിനിൽ കയറി പോകുന്ന അങ്ങനെയൊന്നുമില്ല. കൊറേ അങ്ങനെയുണ്ട്. ഈ പിന്നെ തമ്പ് വരുന്ന സാധനം കണ്ടിട്ട് ആളുകൾ ബാക്കി കാണാതെ പ്ലേ പോലും ചെയ്യില്ല. തമ്പിൽ എന്താണോ കൊടുത്തിരിക്കുന്നത്, ചിലപ്പോ ആ ഒരു തമ്പ് അട്രാക്ഷന് വേണ്ടിയിട്ടായിരിക്കും, അതിന്റെ കണ്ടന്റിലുള്ള സാധനമേ ആയിരിക്കില്ല കൊടുത്തത്. ഈ അടുത്ത് തരുൺമൂർത്തി പറഞ്ഞില്ലേ, സാറ് ഫോൺ നോക്കിയിട്ട് എനിക്ക് എങ്ങനെ അറിയാം. കറക്റ്റാ തരുൺ കാണിച്ചതൊക്കെ കറക്റ്റ് അങ്ങനെ തന്നെ സാറ്. അപ്പൊ സാറ് ഇതിനൊക്കെ സാർ ഇങ്ങനെ വെർബലി ഇങ്ങനെ റിപ്ലൈ കൊടുക്കും. മോഹൻലാലിന് അറിയാം, എനിക്ക് എന്താ അറിയാം. ഇത് തരുൺ കാണിച്ച കറക്റ്റ് ഇത് തന്നെ സാറ് ചെയ്യാ. കാരണം ഇതിന് സീരിയസ് ആയിട്ടൊന്നും സാർ എടുക്കണം ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ഒരാള് സാറിനെ വഴക്ക് പറഞ്ഞ മോർഫിങ് ചെയ്ത് വേറെ രൂപത്തിലാക്കിയ നന്നായിട്ടുണ്ട് സാർ അടുത്തേക്ക് പോകും. അല്ലാണ്ട് ആരതിങ്ങനെ ചെയ്ത് ഇതൊന്നും സാറിന്റെ വിഷയമേ അല്ല. സാറിനെ കുറിച്ച് കമന്റ് പറയുന്നത് മോശം പറയാം, എന്തെങ്കിലും ആയിക്കോട്ടെ, നമ്മുടെ ജോലി അതാണോ, നമ്മുടെ ജോലി ഇതൊക്കെ ചെയ്ത് നമുക്ക് മുന്നിലേക്ക് പോകാം. ഇതൊന്നും അവിടെ ഏക്കുന്നില്ല. ഇത് ഏക്കുന്നില്ല എന്ന് പറഞ്ഞാലും പിന്നെ എഴുതിക്കൊണ്ടിരിക്കുകയാണ് മോശമായിട്ട്. ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കും. മോഹൻലാൽ ഫീൽഡ് ഔട്ട്, ആ വാക്കൊക്കെ സാറിന് ഉപയോഗിക്കാനുള്ള ഒരു പവറ്. എങ്ങനെ ഇത്രയും വലിയ നടനാ അതേ ഒന്നും അങ്ങനെ പോവില്ല. മലയാളികൾ ഈ കമന്റ് ഇടുന്നവന്റെ ഉള്ളിലുണ്ട് ഒരു സ്നേഹം മോഹൻലാലിനോട്. അതാണ് അങ്ങനെയെങ്കിലും അതെ ഒരു സാധനം ക്ലിക്ക് ആവുകയാണെങ്കിൽ ഇതാരാ ചെയ്തതെന്ന് ചോദിച്ചോട്ടെ. പക്ഷെ ലാൽ സാർ ഈവൻ ഇപ്പം ഓരോ ആൾക്കാർ എനിക്ക് ഓരോന്ന് അയച്ചു തരാറുണ്ട്. സാറിന് കൊടുക്കോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ ചൂസ് ചെയ്യുന്നതൊക്കെ
ഒന്ന് സെലക്ട് ചെയ്യും, അത് ഞാൻ സാറിന് അയച്ചു കൊടുത്ത് അത്രയും സ്പെഷ്യലാണ് ഞാൻ വോയിസ് നോട്ട് അയക്കും. സാറിന്റെ റിപ്ലൈ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, സാറിന് അത് ഇഷ്ടമാണെങ്കിൽ സാറിന് റിപ്ലൈ തരുമോ ചോദിക്കും. അപ്പൊ ചിലപ്പോൾ സാർ എന്നെ വിളിക്കും, എന്താണ് അവരുടെ പേര്, എവിടെയാണ് സ്ഥലം, അപ്പൊ നമ്മളിത് പറഞ്ഞിട്ട് സാർ ഒരു വോയിസ് നോട്ട് എനിക്ക് തരും. സാറിന് അത് ഇഷ്ടം ആയാലും കേട്ടോ, അത് ഞാൻ അയച്ചും കൊടുക്കാണ്ട് അവർക്ക് ഭയങ്കര ഹാപ്പി ആവും ചെയ്യും. എനിക്ക് പറ്റുന്നൊക്കെ ചെയ്യാനും. പക്ഷെ ചിലവരിങ്ങനെ അവരങ്ങനെ വീട്ടിലിങ്ങനെ പ്രായമുള്ള ഒരു അമ്മയാണ്, അവരൊന്ന് കാണാൻ വരാൻ പറയുമോ, ഞങ്ങളൊന്ന് വന്ന് കണ്ടോട്ടെ എന്ന് പറഞ്ഞു, അതൊന്നും എനിക്ക് കോർഡിനേറ്റ് ചെയ്യാൻ പറ്റില്ല. അതൊക്കെ ഇപ്പോൾ സാറിന്റെ കൂടെ സജീവ് ഉണ്ടാവും, അല്ലെങ്കിൽ സൻലേട്ടൻ, ഇവർക്കൊക്കെ ഒരു പക്ഷെ കോർഡിനേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും സാറിന്റെ അവൈലബിലിറ്റി ഒക്കെ നോക്കിയിട്ട്. അപ്പൊ ഞാൻ പറയും, അത്ര വലുതൊന്നും ഭാരിച്ചു എനിക്ക് തരല്ലേ, ചെറിയ പരിപാടിയൊക്കെ വാട്സപ്പ് ത്രൂ ഉള്ള പരിപാടിയൊക്കെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ ചെയ്തുതരാം. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും ഒരു ബ്രിഡ്ജ് അല്ല അങ്ങോട്ടുള്ളത്, എനിക്കിഷ്ടമുള്ളത് കൊണ്ട് ഞാൻ അവിടെ ചുറ്റിപ്പറ്റി കറങ്ങി അടിച്ച് ഷൂട്ടൊക്കെ ചെയ്തിട്ട് അങ്ങനെ നിൽക്കുന്നു മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ എടുത്ത് അങ്ങോട്ട് പോയാൽ ചിലപ്പോൾ ഞാൻ ഉൾപ്പെടെ അവിടുന്ന് ഒലിച്ചു പോകും. അപ്പൊ അതുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാം ഭാരിച്ചതും ഏറ്റെടുക്കാറില്ല. പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത്, ഇങ്ങനെ ഒറ്റയ്ക്ക് നിന്നാ മതിയോ, അങ്ങനത്തെ ഒരു ചോദ്യം വരുന്നില്ലേ? ഇഷ്ടംപോലെ വരുന്നുണ്ട്, എന്തായാലും ഞാൻ റെഡിയാക്കും. നമ്മൾ ഈ കൊല്ലം അടുത്ത കൊല്ലമൊക്കെ ആയിട്ടൊന്ന് സെറ്റിൽ ആവണം എന്നൊക്കെ ഉണ്ട്. അപ്പം അതിന്റെ ഒരു പ്രാരംഭ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട് ചെയ്യണമെന്ന്. അപ്പം നമ്മളെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഈ ഒറ്റയ്ക്ക് നിന്ന് നമ്മള് ചെതല് പിടിച്ച് പോകുന്നതോ കുറച്ച് കഴിയുമ്പോഴേക്ക്. അപ്പം നോക്കാം, നമുക്ക് കംഫർട്ടബിൾ ആവുന്ന ഒരാളൊക്കെ വരുമ്പോ ശരിയായിക്കോളും.